ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയാണ് ഒരു ചിക്കൻ സൂപ്പ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, നല്ല തണുപ്പാണ്. അപ്പം നമ്മുടെ ശരീരത്തിനും മനസ്സിനെ ഹോട്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നല്ല ഹോട്ട് ആൻഡ് സോർ ഒരു ചിക്കൻ സൂപ്പ് കഴിക്കാം. വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആദ്യം ഒരു 250 ഗ്രാം ചിക്കൻ, കുറച്ച് കുരുമുളക് ഇട്ടിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ വേവിച്ചിട്ട്, പിന്നെ ടൊമാറ്റോ സോസ് ഉണ്ട്, സോയാ സോസ് ഉണ്ട്, പിന്നെ കുറച്ച് കോൺഫ്ലവർ ഉണ്ട്, പിന്നെ ക്യാരറ്റ്, ബീൻസ്, അതേപോലെ വെളുത്തുള്ളി, ഇഞ്ചി കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ പാനിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്. ആ ബട്ടർ ഇട്ടിട്ട് ആദ്യം ഞാൻ എന്താ ചെയ്യുന്നത് നോക്കൂ. കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി അത് നന്നായിട്ട് അതിൻ്റെ ആ പച്ച മണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കും. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത്, നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഈ ബീൻസും അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റും ഇതിലേക്ക് ഇടാണ്. നമ്മൾ വിചാരിക്കേണ്ടത് എന്തിനാണ് ഈ ചിക്കൻ സൂപ്പിൽ പച്ചക്കറി ഇടുന്നത്. പച്ചക്കറി ഇട്ട ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. മാത്രമല്ല, നമുക്ക് പച്ചക്കറി കഴിക്കാത്ത കുട്ടികളാണല്ലോ ഒന്ന് അധികം. അപ്പോൾ അവർക്ക് ഇങ്ങനെയെങ്കിലും കുറച്ച് പച്ചക്കറിയൊക്കെ അകത്തേക്ക് ചെന്നോട്ടെ. അപ്പോൾ ഞാനിതിൽ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, അതേപോലെ നമ്മുടെ ബീൻസ്, ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് ബട്ടറിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ട് വേവിക്കേണ്ട, ഒരു പകുതി, നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ വേവിക്കുന്ന പോലെ, എന്നാലും അതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടണം. ആ ചിക്കൻ്റെ വെള്ളം മാറ്റി വെച്ചതുണ്ടായിരുന്നു, അത് ഞാൻ എന്ത് ചെയ്യും, കുറച്ചായിട്ട് നമ്മുടെ ഈ കോൺഫ്ലവറിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ ചിക്കൻ നമ്മൾ ഈ പാനിലേക്ക് ഇട്ട് ഇതെല്ലാതും കൂടിയിട്ട് നന്നായിട്ട് കുറച്ചും കൂടി ബട്ടർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിക്കുക എന്ന് പറഞ്ഞാൽ അത് വെന്ത് വന്നതാണ് കുക്കറിൽ. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ എല്ലാ മസാലകളും കൂടിയിട്ട് ഈ ചിക്കനിലൊന്ന് പിടിക്കട്ടെ. ഓക്കെ, നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. കുറച്ച് ബട്ടറും കൂടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കോൺഫ്ലവറിൻ്റെ ആ ഒരു മിശ്രിതം, കോൺഫ്ലവറും ആ ചിക്കൻ്റെ നേരത്തെ എടുത്ത് വെച്ച വെള്ളം കൂടി. ഇനി നമ്മൾ ഇതുവരെ സിമ്മിലാണ് ചെയ്തിരുന്നത്. ഒന്ന് നമ്മൾ കുറച്ചും കൂടി തീ കൂട്ടിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ കോൺഫ്ലവർ മിക്സ് അതിലേക്ക് ഒഴിക്കും. ഇനി ഇതിൽ കിടന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം നമ്മൾ വേവട്ടെ. നമ്മളിതിപ്പോൾ നേരത്തെ കോൺഫ്ലവറൊക്കെ ഒഴിച്ചതിന് ശേഷം നല്ല കുറുകി വന്നിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ, കുറുകി വരുന്നതിനനുസരിച്ച് നമ്മളുടെ ആവശ്യാനുസരണം നമുക്ക് വെള്ളം കൂട്ടണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ കൂട്ടാം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, കുറച്ച് ഗരം മസാല നമുക്കിതിലിടാം. കുറച്ചിട്ടോ, വളരെ കുറച്ച് ഗരം മസാല. അതേപോലെ ഇതൊക്കെ ഓപ്ഷണലുകളാണ്, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച്. നമുക്ക് കുരുമുളക് വേണമെങ്കിൽ ഇടാം. ഞാൻ പറഞ്ഞില്ലേ, കുരുമുളകൊക്കെ കുറച്ച് ഇട്ടാലാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. ഞാൻ വെള്ളം കുറച്ച് തിളപ്പിച്ച് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. നമുക്ക് തിക്കായിട്ടാണ് നിങ്ങൾക്ക് കുടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം. ഞങ്ങൾക്കിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് അത് താല്പര്യമുള്ളത്, അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു. സോസ് ഒഴിച്ചാൽ കുറച്ച് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. കുറച്ച് സോയാ സോസ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ സൂപ്പ് ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നമുക്ക് വളരെ താല്പര്യത്തോടും വളരെ ഇഷ്ടത്തോടും വളരെ ടേസ്റ്റോടും കൂടി കഴിക്കാവുന്ന സൂപ്പ് റെഡി. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് മിനുക്ക് പണികളുണ്ട്. എന്താ ചെയ്യുക, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, കുറച്ച് വിനെഗർ ഒഴിക്കാം. നമുക്ക് ഹോട്ട് ആൻഡ് സോറാണ്, അപ്പോൾ നമുക്ക് കുടിക്കായിട്ട് കുറച്ച്, അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ നന്നായിട്ട് മല്ലിച്ചപ്പ്, ലാസ്റ്റ് മല്ലിച്ചപ്പ് വിതറുന്നു. അതേപോലെ തന്നെ ലാസ്റ്റ് കുറച്ച് ബട്ടർ. അങ്ങനെ നമ്മുടെ സൂപ്പ് റെഡി. ഇത് നോക്കൂ, സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കുടിക്കുന്നതിനേക്കാളും മുന്നേ ആയിട്ട് അതിൽ കുറച്ച് ചെറുനാരങ്ങയുടെ നീരങ്ങ് ഒഴിക്കാം. ഓക്കെ, വന്നോളൂ, എല്ലാവരും സൂപ്പ് കഴിച്ചോളൂ. ഓക്കെ, താങ്ക് യു ഗൈസ്. നമ്മുടെ നല്ല ചൂടുള്ള സൂപ്പ് റെഡി. ഓക്കെ, താങ്ക് യു.